മാതാവിന്റെ വരവിനായി ജെറുസലേം വിളിക്കുന്നു. വൈഭവം, എന്തൊരു വൈഭവം വേണം ഇങ്ങനെ എഴുതാൻ. ക്രിസ്ത്യാനിയായ ഒരാൾ പോലും ഇതുപോലെ എഴുതില്ല. അങ്ങനെയുള്ളപ്പോ അന്യമത വിശ്വാസിയായിരുന്ന താങ്കൾ കർത്താവിൽ ആകൃഷ്ടനായി സത്യവിശ്വാസിയായി തുടർന്നുള്ള ജ്ഞാനപ്രവാഹങ്ങളല്ലേ ഈ പുസ്തകങ്ങൾ. കുഞ്ഞാടെ, നീ ഒരു ജീനിയസ് ആകുന്നു. അച്ഛനെന്നെ വല്ലാതെ പുകഴ്ത്തും. യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ പുകഴ്ത്തുന്നത്. ഇനിയും പുകഴ്ത്തും. ഈ പുസ്തകങ്ങൾ സോഷ്യൽ ലിറ്ററേച്ചറോ നോവലുകളോ ആയിരുന്നെങ്കിൽ ഏതൊക്കെ പുരസ്കാരങ്ങൾ മിസ്റ്റർ ജോർജ് സി നായരെ തേടി വരികയില്ല. ഫെലോഷിപ്പ് വരെ വരും. അതിനെ പറ്റി സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ മണിയറയിലെ കൊലപാതകം, രണ്ടും ഒന്ന് തന്നെയാ. രാത്രിയല്ലേ ഇടിപറ്റിയവനെ പാമ്പ് കടി. ഇതൊരു ട്രൂ സ്റ്റോറിയാ. നേരും നെറിവും പിന്നെ ഞാനും. അത് ആത്മകഥാ പഠനം. കരുണൻ എവിടെ? അച്ഛനറിയില്ല. അയ്യോ, അതൊരു യാത്രാ വിവരണമാണ്. കരുണൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. എനിക്കും. അകത്തിട്ടടച്ച മുട്ടനാടേതാ? അത് ഏലിയമ്മയുടെ തലക്ക് സ്ഥിരമില്ലാത്തൊരു വല്യപ്പന.